ഹലോ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്നത്തെ വീഡിയോ കുറച്ച് എൻഗേജ്മെൻറ്റ് ഹാമ്പേഴ്സ് സെറ്റ് ചെയ്യാനാണ്. ടോട്ടൽ 5 ഹാമ്പറാണ് സെറ്റ് ചെയ്യാനുണ്ടായിരുന്നത്. ഹാമ്പറിൻ്റെ സെറ്റിംഗ് വീഡിയോ ഞാൻ ഷോർട്സ് ആയിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു. ഇതിൽ എല്ലാ ഹാമ്പേഴ്സും സെറ്റ് ചെയ്യുന്ന ഒരു ഫുൾ വീഡിയോ ആണിത്. ഫസ്റ്റ് ഞാൻ ഈ സ്ക്വയർ ടൈപ്പിലുള്ള ഈ ചെറിയ ഹാമ്പറാണ് സെറ്റ് ചെയ്യുന്നത്. ഇതിൽ അടിയിൽ വെച്ചിട്ടുള്ള ഈ ചോക്ലേറ്റ് 1/2 kg ആണ് ഇതിൽ വെച്ചിട്ടുള്ളത്. അപ്പോൾ നിങ്ങളിപ്പോൾ ഏത് ഹാമ്പറാണ് സെറ്റ് ചെയ്യണമെന്ന് വെച്ചാൽ അതിൻ്റെ ഒരു മെഷർമെൻറ്റ് ഉണ്ടാവും. അപ്പോൾ അതിനനുസരിച്ചുള്ള ചോക്ലേറ്റ് അടിയിൽ സെറ്റ് ചെയ്യാൻ അങ്ങനെ വാങ്ങിയാൽ മതി. ഇത് ഞാൻ ചോക്ലേറ്റും ഹാമ്പറും ഒരു ഷോപ്പിൽ നിന്ന് തന്നെ വാങ്ങിയത്. അതുകൊണ്ട് അവിടെ നിന്ന് തന്നെ ഞാൻ ഇട്ട് നോക്കിയിട്ട് അങ്ങനെ വാങ്ങുകയാണ് ചെയ്തത്. ഈ കാർഡ് സ്റ്റോക്കിൽ ഞാൻ ഹാമ്പറിൻ്റെ സൈസിൽ കട്ട് ചെയ്യണമെന്ന് വെച്ചാൽ ഇത് ചോക്ലേറ്റിൻ്റെ മേലെ വെച്ച് കൊടുക്കാനായിരുന്നു. നമ്മൾ ടോപ്പിൽ വരുന്ന ചോക്ലേറ്റ് ഡയറക്റ്റ് ആണ് വെച്ച് കൊടുക്കുകയാണെങ്കിൽ നല്ല പെർഫെക്റ്റ് ആയിട്ട് അതിൻ്റെ മേലെ ഇരിക്കില്ല. അപ്പോൾ നമ്മൾ ഇങ്ങനെ കാർഡ് സ്റ്റോക്ക് അല്ലെങ്കിൽ കുറച്ച് കട്ടിയുള്ള എന്തെങ്കിലും പേപ്പർ വെച്ചതിന് ശേഷം അതിൻ്റെ മേലെ ടോപ്പിലത്തെ ചോക്ലേറ്റൊക്കെ സ്റ്റിക്ക് ചെയ്യുകയാണെങ്കിൽ നല്ല സെറ്റായിട്ടിരിക്കും. ഇതിൻ്റെ മേലെ വെക്കാണ്ടായിരുന്നത് സ്നിക്കേഴ്സും അതുപോലെ ബോണ്ടി ആയിരുന്നു വെക്കാണ്ടായിരുന്നത്. അപ്പോൾ ഞാനത് ആ ഷോപ്പിൽ നിന്ന് തന്നെ വെച്ച് നോക്കിയിട്ടുണ്ടായിരുന്നു ഇതിൻ്റെ മേലേക്ക് ഏതാവും സൂട്ടായിട്ട് ഉണ്ടാവുകയെന്ന്. പിന്നെ കസ്റ്റമർ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഏതൊക്കെ ചോക്ലേറ്റാണ് ഇൻക്ലൂഡ് ആക്കേണ്ടത് എന്നുള്ളത്. അപ്പോൾ ഞാൻ അതിനനുസരിച്ച് വെച്ച് നോക്കുമ്പോൾ ഇതെനിക്ക് നല്ല സെറ്റായിട്ട് തോന്നി. അപ്പോൾ അങ്ങനെയാണ് ഈ സ്നിക്കേഴ്സും ബോണ്ടിയും ഞാൻ ഇതിലേക്ക് വെക്കാനായിട്ട് എടുത്തത്. ചോക്ലേറ്റ് ഞാൻ കുറച്ച് ദിവസം മുന്നേ തന്നെ വാങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു. ഇനിയിപ്പോൾ വാങ്ങാൻ പോകാൻ ടൈം കിട്ടിയില്ലെങ്കിലോ വെച്ചിട്ട് മുന്നേ വാങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു. തലേദിവസം കൊടുക്കണമെന്നാണല്ലോ നമുക്ക് എന്തായാലും എൻഗേജ്മെൻറ്റ് ഹാമ്പർ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഞാൻ ഫ്രിഡ്ജിൽ അങ്ങനെ വെച്ചിരിക്കുന്നു. ഫ്രിഡ്ജിൽ വെച്ചുകൊണ്ട് തന്നെ അതിൻ്റെ ബാക്കിലൊക്കെ നന്നായിട്ട് വെള്ളത്തിനാണ് വേണ്ടത്. അപ്പോൾ അത് നന്നായി തുടച്ചതിന് ശേഷമാണ് ഞാൻ ടാപ്പ് ഇട്ടിരിക്കുന്നത്. അല്ലെങ്കിൽ നല്ലപോലെ സ്റ്റിക്കായിട്ട് അത് ഇരിക്കുമല്ലോ ടാപ്പ്. അപ്പോൾ എല്ലാതും ബാക്കിൽ നന്നായി തുടച്ചതിന് ശേഷം ഞാൻ എല്ലാത്തിൻ്റെയും ടാപ്പ് ഒട്ടിച്ചിട്ടുണ്ട്. ഇനി ഞാൻ ആ കാർഡ് സ്റ്റോക്ക് ചോക്ലേറ്റിൻ്റെ മേലെ വെച്ചിട്ട് 4 സൈഡും ഇങ്ങനെ ടാപ്പ് കൊണ്ട് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. അല്ലെങ്കിൽ അത് അതിൻ്റെ മേലെ നിന്ന് ഇങ്ങനെ മൂവായി കളിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ 4 സൈഡും ഇങ്ങനെ ഒട്ടിക്കുമ്പം ആ ടാപ്പ് ഞാൻ ഇതൊരു കമ്പി പോലത്തെ ഒരു ഹാമ്പറായ കാരണം ആ ടാപ്പ് അതിൻ്റെ ഉള്ളിലേക്കായിട്ട് അങ്ങനെ വെക്കാൻ ചെയ്യുന്നത്. അപ്പോൾ പുറത്തേക്ക് അങ്ങനെ കാണുന്നില്ല. പിന്നെ ചോക്ലേറ്റിൻ്റെ ഇത് വരുമ്പോൾ തീരെ അങ്ങനെ കാണില്ല. ഇതിങ്ങനെ ഒട്ടിച്ചിട്ടില്ലെങ്കിൽ ജസ്റ്റ് അതിൻ്റെ മേലെ വെക്കുക മാത്രമാണെങ്കിൽ നിങ്ങൾക്കറിയാമല്ലോ ആ ചോക്ലേറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങിയിട്ടൊരു വൃത്തിയില്ലാണ്ട് പിന്നെ ഇരിക്കും. ഇതാകുമ്പോൾ പിന്നെ അവിടെ സേഫായിട്ട് ഇരുന്നോളും, പിന്നെ എങ്ങോട്ടും നീങ്ങൂല. എന്നിട്ട് അതിൻ്റെ മേലെ സെറ്റ് ചെയ്തതിൻ്റെ ശേഷം ഞാൻ ചോക്ലേറ്റ് അതിൻ്റെ മേലെ ഇങ്ങനെ അറേഞ്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇത് ഞാൻ ഓൾറെഡി ഞാൻ ആ ഷോപ്പിൽ നിന്ന് വെച്ച് നോക്കിയിട്ടുണ്ടായിരുന്നു ഇതുപോലെ. അപ്പോൾ അതിനനുസരിച്ചാണ് ഞാൻ ചോക്ലേറ്റ് വാങ്ങിയിട്ടുണ്ടായിരുന്നത്. പിന്നെ വീട്ടിൽ വന്നിട്ട് എങ്ങനെ സെറ്റ് ചെയ്യേണ്ടതെന്നുള്ള കൺഫ്യൂഷനൊന്നും ഉണ്ടായിരുന്നില്ല. ഞാൻ ചോക്ലേറ്റും ഹാമ്പറും എല്ലാം ഒരു ഷോപ്പിൽ നിന്ന് വാങ്ങിയോണ്ട് ഒക്കെ അവിടെ നിന്ന് തന്നെ സെറ്റ് ചെയ്ത് നോക്കിയിട്ടാണ് വാങ്ങിയത്. അങ്ങനെ ഫസ്റ്റത്തെ ഒരു ഹാമ്പർ ഏറെക്കുറെ സെറ്റായിട്ടുണ്ട്. പിന്നെ നെറ്റ് കെട്ടിലൊക്കെ എല്ലാതും കൂടെ ഞാൻ ലാസ്റ്റാണ് ചെയ്തത്. പിന്നെ സെറ്റ് ചെയ്യാണ്ടായിരുന്നത് കുറച്ചൊരു വലിയ ഹാമ്പർ തന്നെയാണ്. സ്ക്വയർ ടൈപ്പിലുള്ള കുറച്ച് വലിയ ഹാമ്പറാണ് പിന്നെ സെറ്റ് ചെയ്യാണ്ടായിരുന്നത്. ഞാൻ ഫസ്റ്റിൽ 2 കിലോനോ 2.5 കിലോനായിട്ടാണ് താഴത്തുനിന്ന് ചോക്ലേറ്റ് വാങ്ങിയിട്ടുണ്ടായിരുന്നത്. അത് ഞാൻ ഷോപ്പിൽ നിന്നാണ് സെറ്റാക്കി നോക്കുമ്പോൾ ആ ഒരു ചോക്ലേറ്റ് വെച്ചപ്പോൾ തന്നെ സെറ്റ് ചെയ്തു. പക്ഷേ വീട്ടിൽ വന്നിട്ട് ഒന്ന് കറക്റ്റ് ഒന്ന് അറേഞ്ച് ചെയ്ത് നോക്കുമ്പോൾ ഒരു 1/2 kg കൂടെ എക്സ്ട്രാ ആഡ് ആക്കേണ്ടി വന്നു. അപ്പോൾ ഞാൻ പിറ്റത്തെ ദിവസം തന്നെ പോയിട്ട് വാങ്ങിയിട്ടുണ്ടായിരുന്നു. സെറ്റ് ചെയ്യണമെന്ന് പോയി വാങ്ങൽ ചിലപ്പോൾ നടക്കില്ല, നിങ്ങൾക്കറിയാം. ആ തിരക്കിൻ്റെ ഇടയിൽ പിന്നെ സെറ്റ് ചെയ്യലും വൈകും. അപ്പോൾ ഞാൻ പിറ്റത്തെ ദിവസം തന്നെ സാധനം പോയി വാങ്ങി. എന്തായാലും ആ സെറ്റ് ചെയ്യുന്ന ടൈമിൽ എന്തെങ്കിലുമൊക്കെ ആയിട്ട് കുറവുണ്ടായിട്ട് പോകേണ്ടി വരും നിങ്ങൾക്കറിയാമെന്ന്. അതേപോലെ തന്നെ പോകേണ്ടി വന്നിട്ടുണ്ടായിരുന്നു. മറ്റേ ഹാമ്പറിൻ്റെ ചെയ്ത പോലെ തന്നെ ഇതിൻ്റെ മേലെ ഒരു കട്ടിയുള്ള ഷീറ്റ് വെച്ചിട്ട് 4 സൈഡും സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇത് ഡയറി മിൽക്കും കിറ്റ്കാറ്റും വെച്ചിട്ടുള്ള ഹാമ്പറായിരുന്നു. പിന്നെ അടിയിൽ ചോക്ലേറ്റ് ഇടുമ്പോൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ ഒരു സൈഡിൽ മാത്രം പിരിയുന്നില്ല, അത് ഏറ്റവും അടിയിലും പിന്നെ മേൽഭാഗത്ത് 2 സൈഡിൽ പിരിച്ചിട്ടുള്ള ചോക്ലേറ്റ് ഇല്ല, അത് ഇടുകയാണെങ്കിൽ ഏറ്റവും ബെറ്റർ. എന്താ വെച്ചാൽ ഒരു ഭാഗം പിരിച്ചിട്ടുള്ളത് മാത്രമാകുമ്പോൾ അതിൻ്റെ മേലെ ഈ ഒരു ഷീറ്റ് നല്ല പോലെ നിൽക്കില്ല. 2 ഭാഗം പിരിച്ചിട്ടുള്ളതാണെങ്കിൽ നമുക്കത് കറക്റ്റ് ഓരോ ഗ്യാപ്പിൽ അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചിട്ട് കറക്റ്റ് ഫില്ല് ചെയ്ത് നിർത്താൻ പറ്റും. അപ്പോൾ അതിൻ്റെ മേലെ നിന്നിട്ട് ഈ ഷീറ്റ് വെക്കുകയാണെങ്കിൽ ഒന്നും കൂടെ പെർഫെക്റ്റ് ആയിട്ട് നിൽക്കും. എനിക്കത് ചെയ്തപ്പം എനിക്കങ്ങനെ ഫീൽ ചെയ്തൊരു കാര്യമാണ്. അപ്പോൾ അങ്ങനെ ചെയ്യാൻ ഒന്നും കൂടെ നല്ല ഇതിൽ ഹാമ്പർ സെറ്റ് ചെയ്യാൻ പറ്റും. ഞാനിപ്പോൾ ഈ ഹാമ്പറേക്ക് ചോക്ലേറ്റ് വാങ്ങുമ്പോൾ ഒരു 1/2 kg ആ ഒരു 2 സൈഡിൽ പിരി വരുന്ന ടൈപ്പുള്ള ചോക്ലേറ്റില്ല, അതാണ് വാങ്ങിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിൻ്റെ മേലെ സെറ്റായിട്ട് നിർത്താൻ വേണ്ടിയിട്ട് സ്ക്വയർ ടൈപ്പിലുള്ള 2 ഹാമ്പറും സെറ്റ് ചെയ്ത് കഴിഞ്ഞ് ഇനി റൗണ്ട് ഷേപ്പിലുള്ളതാണ് സെറ്റ് ചെയ്യാനുള്ളത്. ഇത് ഫ്ലവറും അതുപോലെ ഫെറാറോ റോച്ചറും വെച്ചിട്ടുള്ളതായിരുന്നു. ഇതിലേക്ക് ഞാൻ ആദ്യം 4 പാക്കാണ് വാങ്ങിയിട്ടുണ്ടായിരുന്നത്. പിന്നെ വീട്ടിൽ വന്നിട്ട് സെറ്റ് ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ 2 പാക്കും കൂടെ അതിലേക്ക് കുറവുണ്ടായിരുന്നു. അത് പിന്നെ ഞാൻ മുന്നത്തെ ആ ചോക്ലേറ്റ് 1/2 kg വാങ്ങാണ്ടായിരുന്നല്ലോ, അപ്പോൾ അത് വാങ്ങാൻ പോകുമ്പോൾ ഇതും കൂടെ അങ്ങനെ വാങ്ങാണ് ചെയ്ത്. പിന്നെ ഈ ചോക്ലേറ്റ് ഇതിങ്ങനെ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുന്നത് ഗ്ലൂ ഗണ്ണ് വെച്ചിട്ടാണ്. പിന്നെ ചില ചോക്ലേറ്റുകളും അതിൻ്റെ മേലെ നിന്ന് ഇങ്ങനെ പറഞ്ഞു പോന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഞാൻ ഗ്ലൂ ഗണ്ണ് വെച്ചിട്ടാണ് സ്റ്റിക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നത്.
ഗ്ലൂ ഗണ്ണില്ല, ഗ്ലൂ ഗണ്ണ് പറഞ്ഞാൽ സ്റ്റിക്ക് മാത്രമല്ല എൻ്റെ ഗ്ലൂ ഗണ്ണ് ആശാണ്ട്. ഞാൻ പിന്നെ പുതിയത് വാങ്ങും ചെയ്തില്ല. ഇങ്ങനെ ലൈറ്റർ യൂസ് ചെയ്തിട്ട് ചെയ്യുമ്പോൾ എനിക്ക് വലിയ ബുദ്ധിമുട്ടൊന്നും തോന്നിയില്ല. അപ്പോൾ അങ്ങനെ തന്നെ ചെയ്യാറ്. ഞാൻ ഈ ചോക്ലേറ്റ് ടൈം ഒട്ടിക്കണം ആൾ മുന്നേ അങ്ങനെ ജസ്റ്റ് ഒന്ന് അറേഞ്ച് ചെയ്ത് നോക്കണ്ടായിരുന്നു. എങ്ങനെയാണ് വെക്കേണ്ടത് എന്നുള്ളത് ജസ്റ്റ് ഐഡിയ കിട്ടാൻ വേണ്ടിയിട്ട് എല്ലാം അങ്ങനെ അറേഞ്ച് ചെയ്ത് നോക്കി. പിന്നെ ഞാൻ വീഡിയോ ഓഫാക്കിയതിൻ്റെ ശേഷമാണ് ഞാൻ എല്ലാ ടൈമും ഒട്ടിച്ചത്. വീഡിയോ ഓണാക്കി വെച്ചിട്ട് ചെയ്യുമ്പോൾ എനിക്ക് നല്ലപോലെ ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ വീഡിയോ ഓഫാക്കിയതിൻ്റെ ശേഷമാണ് എല്ലാവരും ഒട്ടിച്ചെടുത്തത്. ഇനിയിപ്പോൾ ഇത് സെൻറ്ററിൽ വെച്ചിട്ട് അതിൻ്റെ ചുറ്റുഭാഗത്ത് ഫ്ലവർ വെക്കുകയാണ് ചെയ്യുന്നത്. ഇത് നമ്മൾ നോർമലി ഹാമ്പേഴ്സൊക്കെ ഉണ്ടാക്കുമ്പോൾ യൂസ് ചെയ്യുന്ന ആ ഫ്ലവറിനെയാണ്. ഇത് എൻ്റെ ചുറ്റോറും വെച്ചിട്ട് അതിൻ്റെ ഇടയിലൊക്കെ ആയിട്ട് ബേബി ബ്രത്ത് വെച്ച് കൊടുക്കുക അങ്ങനെയാണ് വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷേ അവർക്ക് എൻഗേജ്മെൻറ്റിൻ്റെ അന്ന് ഹാമ്പർ ഒന്ന് വാങ്ങാൻ ടൈം ഉണ്ടാവില്ല പറഞ്ഞപ്പോൾ അതിൻ്റെ മുന്നത്തെ ദിവസം തന്നെ സംഭവം വാങ്ങിക്കൊണ്ടുണ്ടായിരുന്നു. ബേബി ബ്രത്ത് ഒറിജിനൽ വെക്കുകയാണെങ്കിൽ അത് പിറ്റത്തെ ദിവസം ആകെ വാടിയിട്ടും ഒരു ഭംഗിയില്ലാണ്ടായിട്ടുണ്ടാവും. അപ്പോഴാണ് എനിക്ക് ഒരു ബൊക്കയുടെ ഓർഡർ വന്നിട്ടുണ്ടായിരുന്നത്. അതിൽ ഫ്രഷ് ഫ്ലവർ യൂസ് ചെയ്തിട്ട് അങ്ങനെ ബൊക്കെ ചെയ്യാനായിരുന്നു. പക്ഷേ ഓണത്തിൻ്റെ ടൈം ആയതുകൊണ്ട് എനിക്ക് ബേബി ബ്രത്ത് കിട്ടില്ല. 2-3 ഷോപ്പിലൊക്കെ അന്വേഷിച്ചു, അപ്പോഴൊന്നും ബേബി ബ്രത്ത് കിട്ടിയില്ല. അപ്പോഴാണ് ഞാൻ മറ്റേ ഇസ്ലാമിക് ജാറിൻ്റെ ആ ഒരു ജാറ് വാങ്ങാനായിട്ട് ഞാൻ ഷോപ്പിൽ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ ഇങ്ങനെ പ്ലാസ്റ്റിക്കിൻ്റെ ബേബി ബ്രത്ത് ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ നോക്കി നോക്കുമ്പോൾ വലിയ തിരക്കേടൊന്നും ഇല്ല. ഇതിൽ വെച്ചാൽ നല്ല ഇതാവും തോന്നി ആ ബൊക്കയിൽ വെച്ചാൽ. ഞാൻ ബൊക്കയിൽ വെക്കാൻ ഒരെണ്ണം പിന്നെ ഹാമ്പേഴ്സിൽ സെറ്റ് ചെയ്യുമ്പോൾ തന്നെ ഇടയിൽ വെച്ച് കൊടുക്കാൻ പറഞ്ഞിട്ട് അങ്ങനെ 2 വാങ്ങിയിട്ടുണ്ടായിരുന്നു ഞാൻ. പക്ഷെ ഇവിടെ വന്നപ്പോൾ 2 കൊണ്ട് 2 ഫില്ല് ചെയ്യാൻ പറ്റില്ല. ഒരെണ്ണം ഫുള്ള് ബൊക്കയ്ക്ക് തന്നെ ആവശ്യം വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാനത് ഹാമ്പർ ഉണ്ടാക്കണമെന്ന് തന്നെ പോയിട്ട് വീണ്ടും വാങ്ങുകയാണ് ചെയ്തത്. ഇതിങ്ങനെ ഒരു ബഞ്ചിന് 50 രൂപ അങ്ങനെയാണ് പ്രൈസ് വരുന്നത്. ഇത് ഈ ബഞ്ചുമെന്ന് ഇങ്ങനെ ഓരോന്നോരോന്നായിട്ട് ഇങ്ങനെ ഊരിയെടുക്കാൻ പറ്റുന്നുണ്ടായിരുന്നു. അത് ഞാൻ ഊരിയെടുത്തിട്ട് അതിൻ്റെ അടിഭാഗം ജസ്റ്റ് കട്ട് ചെയ്തിട്ട് ഇതിൽ വെച്ച് കൊടുക്കുക. ഇതിങ്ങനെ ഓരോ പൂവിൻ്റെ ഇടയിലായിട്ടും അങ്ങനെ വരുന്ന രീതിയിലൊക്കെ ആയത്. പിന്നെ അത് അടിയിലേക്ക് തന്നെ ഒരു ഹോളുള്ള പോലത്തെ ഹാമ്പറായ കാരണം ആ ഹോളിലേക്ക് ജസ്റ്റ് ഇങ്ങനെ ഇറക്കി വെച്ച് കൊടുത്ത്. അപ്പോൾ സംഭവം അവിടെ ഫിക്സ് ആയിട്ട് നല്ല സെറ്റായിട്ട് നിന്നുണ്ടായിരുന്നു. സംഭവം എനിക്ക് ഇതിൽ വെച്ചപ്പോൾ എനിക്കത് നല്ല ഇഷ്ടമായി, നല്ല രസമായിട്ട് തോന്നിയിട്ടാണ്. എന്ന് വെച്ചാൽ മറ്റേ ഒറിജിനലാകുമ്പോൾ നമ്മൾ വെച്ചാൽ കൊടുക്കുന്ന നേരമാകുമ്പോഴത്തേനും ചെറുതായിട്ട് വാടിയ പോലെയൊക്കെയാവും. ഇതാകുമ്പോൾ പിന്നെ ആ ഒരു പ്രശ്നമില്ല. ഇത് നമ്മൾ കൊടുക്കുന്ന ടൈമിലും നല്ല ഫ്രഷ് ആയിട്ട് തന്നെ ആ ഒരു ഭംഗിയിലുണ്ടാവും. അപ്പോൾ എൻഗേജ്മെൻറ്റിൻ്റെ തലേന്നായിട്ടൊക്കെ കൊടുക്കാനുള്ള വർക്കാണെങ്കിൽ ഇങ്ങനത്തെ പ്ലാസ്റ്റിക്കിൻ്റെ വെക്കായിട്ട് എനിക്ക് നല്ലതായിട്ട് തോന്നി. എന്താ വെച്ചാൽ ഇത് കാണുമ്പോഴും ഭംഗിയുണ്ട്, ഇത് വാടുകയും ചെയ്യൂലല്ലോ. ഞാൻ മുന്നേ ഇതുപോലെ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ വാങ്ങിയിട്ടുണ്ട്, പക്ഷെ അത് കാണാൻ ഇത്ര ഭംഗി ഉണ്ടായിരുന്നില്ല. ഇതെനിക്ക് നല്ല ഇഷ്ടമായി സംഭവം. അങ്ങനെ റൗണ്ട് ഷേപ്പിലുള്ള ഹാമ്പറും ഏറെക്കുറെ സെറ്റായി കഴിഞ്ഞ് ഞാൻ ഇടയിലൊക്കെ ബേബി ബ്രത്തൊക്കെ വെച്ച് കൊടുത്തിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി എൻ്റെ മേലെ നെറ്റ് കെട്ടാനും കൂടെ ഉള്ളത്. ഇനി നമുക്ക് സെറ്റ് ചെയ്യാനുള്ള ഒരു ഹാർട്ട് ഷേപ്പിലുള്ള ഒരു ഹാമ്പറാണ്. ഇതിൽ വാച്ച് വെച്ചിട്ട് ചെയ്യാനുള്ളതാണ്. ഇത് സംഭവം ഒരു കുഞ്ഞേ ഹാമ്പറാണ് കേട്ടോ. ഒരു വാച്ച് അതിൽ ടൈറ്റ് ആയിരിക്കുന്ന രീതിയിലുള്ള ഒരു ചെറിയ ഹാമ്പറാണ്. വാച്ചും ചുറ്റോറും അതിൻ്റെ ഫ്ലവറും വെച്ചിട്ടും അങ്ങനെ ആയിട്ട് ചെയ്യാനുള്ളായിരുന്നു. ഇതിൻ്റെ ഫ്രണ്ടിൽ ഇങ്ങനെ 3 ഫ്ലവേഴ്സും പിന്നെ സൈഡിൽ ടൈറ്റ് ആയിരിക്കുന്ന രീതിയിൽ ഫ്ലവേഴ്സ് വെച്ച് കൊടുത്തിട്ട് അതിൻ്റെ ഇടയിലാണ് ബേബി ബ്രത്ത് വെച്ച് കൊടുക്കാൻ ചെയ്യുന്നത്. അപ്പോൾ ഈ ഫ്ലവേഴ്സൊക്കെ വെച്ചതിന് ശേഷം സൈഡിലൊക്കെ അതിന് ചെറിയ ഗ്യാപ്പ് ഉണ്ടാവില്ല, അത് ഫില്ല് ചെയ്യുന്ന രീതിയിലാണ് ബേബി ബ്രത്ത് ഞാൻ വെച്ച് കൊടുക്കുന്നത്. പിന്നെ ഇതിലുള്ള വാച്ചും ഡ്രസ്സ് ചെരുപ്പ് അതൊക്കെ അവർ വാങ്ങിക്കൊടുന്നേരാണ്. ഇത് ചോക്ലേറ്റ്സും ഹാമ്പേഴ്സൊക്കെ എല്ലാം ഞാൻ തന്നെ വാങ്ങണത്. എനിക്ക് മുന്നൊരു വർക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത് എല്ലാ ഹാമ്പറും ചോക്ലേറ്റും ഒക്കെ അവർ തന്നെ വാങ്ങിയിട്ടാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഞാൻ എക്സ്ട്രാ ചെറിയ സാധനങ്ങളൊക്കെ അതിൽ പോരാത്തതുള്ളത് ഞാൻ വാങ്ങിയിട്ട് അങ്ങനെ വെക്കേണ്ട ആവശ്യം വന്നിട്ടുണ്ടായിരുന്നു. ബാക്കിയെല്ലാം ടാപ്പും എല്ലാം അവർ തന്നെ വാങ്ങിയിട്ട് ചെയ്യണം ചെയ്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് എനിക്ക് എങ്ങനെ കോസ്റ്റ് വരാന്നുള്ളത് വലിയ ഐഡിയ ഉണ്ടായിരുന്നില്ല. ഇത് ആദ്യമായിട്ട് തന്നെ ഞാനിപ്പോൾ ഫുള്ള് എല്ലാ സാധനങ്ങളും വാങ്ങിയിട്ടാണ് ചെയ്യുന്നുണ്ടായിരുന്നത്. അപ്പോൾ അതിൻ്റേതായ ഒരു ചെറിയ ഇതുണ്ടായിരുന്നു. എമൗണ്ട് ഇപ്പോൾ എങ്ങനെ പറയാം, എത്ര എമൗണ്ടാണ് പറയുക എന്നുള്ളതൊക്കെ. അപ്പോൾ ഞാൻ അവരോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇങ്ങനെയാണ് ഫസ്റ്റ് ഓർഡർ കിട്ടിയത്, അപ്പോൾ എമൗണ്ടിൻ്റെ കാര്യത്തിൽ എനിക്ക് കറക്റ്റാണ് പറയാൻ പറ്റില്ല എന്നൊക്കെ. അപ്പോൾ അവർ പറഞ്ഞ എൻ്റെ ഒരു ഐഡിയ പോലെ ചെയ്ത സംഭവം അടിപൊളിയായാൽ മതി പറഞ്ഞ്. പിന്നെ ഇതിൽ വാച്ച് ഞാൻ അടച്ചിട്ടാണ് ഫസ്റ്റ് വെച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷേ എനിക്ക് ആ ബ്ലാക്ക് കയ്യിൽ വരുമ്പോൾ എനിക്ക് വലിയ വൃത്തിയായിട്ട് തോന്നിയില്ല. അപ്പോൾ ഞാൻ പിന്നെ അത് ക്ലോസ് ചെയ്ത് വെച്ചിട്ടാണ് ചെയ്തത്. പിന്നെ ഡ്രസ്സിൻ്റെയും അതുപോലെ തന്നെ ചെരുപ്പിൻ്റെ ഹാമ്പറിന് ഞാൻ പ്രത്യേകിച്ച് വീഡിയോ നിൽക്കില്ല. അത് വലിയ ഹാമ്പർ ആയതുകൊണ്ട് എനിക്കത് വീഡിയോ ഓണാക്കി വെച്ചിട്ട് ഇരുന്ന് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. എന്ന് വെച്ചാൽ ഡ്രസ്സിൻ്റെ ക്ലോത്ത് മടക്കിയാൽ നല്ല പോലെ നിൽക്കുന്ന ക്ലോത്തല്ലായിരുന്നു. അതിങ്ങനെ ഒഴുകി വരുന്ന പോലത്തെ ആ ഒരു ടൈപ്പ് ഇതായിരുന്നു, നല്ല പോലെ നിൽക്കാത്ത. അപ്പോൾ ഞാനത് റിബൺ വെച്ച് കെട്ടിയിട്ടാണ് വെച്ചത്. പക്ഷേ ആ ഒരു റിബൺ എനിക്കൊരു പെർഫെക്റ്റായി തോന്നാത്തതുകൊണ്ട് ഞാൻ പിന്നീട് ഷോപ്പിലേക്ക് പോയപ്പോൾ ആ റിബൺ ചേഞ്ച് ചെയ്തിട്ട് വേറൊരു ക്രീം റിബൺ വാങ്ങിയിട്ട് ഞാൻ അത് വെച്ച് കെട്ടുകയാണ് ചെയ്തത്. പിന്നെ ചെരുപ്പ് അതിന് മേലെ ഡബിൾ ടാപ്പ് വെച്ചിട്ട് അങ്ങനെ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതേ കൊണ്ട് മൂവ് ആവേണ്ട അവിടെ നല്ല സെറ്റായിട്ട് നിൽക്കുന്നുണ്ടായിരുന്നു. പിന്നെ ചെയ്യാനുണ്ടായിരുന്നത് നട്ട്സിൻ്റെ ഹാമ്പറായിരുന്നു. അപ്പോൾ ഞാൻ ഫസ്റ്റ് തന്നെ ആ ഹാമ്പർ നന്നായിട്ട് തുടച്ച് ക്ലീൻ ചെയ്തിട്ട് അതിൻ്റെ ഇടയിൽ ക്ലീൻ ഫിലിം ഇട്ട് കൊടുക്കുന്നുണ്ട്.
ഇതിന് ക്ലീൻ ഫ്ലെയിം എന്ന് തന്നെ പറയാൻ തോന്നുന്നു. ഞാൻ ക്ലീൻ ഫ്ലെയിം എന്നാണ് പറയാറ്. ഇപ്പോൾ വേറെ എന്തെങ്കിലും പേര് ഇതിന് പറയുമോ എന്ന് എനിക്കറിയില്ല കേട്ടോ. എന്താണെന്ന് വെച്ചാൽ എത്ര ക്ലീൻ ചെയ്താലും എനിക്കൊരു തൃപ്തിയില്ലാത്ത പോലെ ഒരു വുഡിൻ്റെ ആ ഒരു പൊടിയാണ് തോന്നുന്നത്, അങ്ങനെ ചെറുതായിട്ടുള്ള പോലെ തന്നെ. അപ്പോൾ ഞാൻ ക്ലീൻ ഫ്ലെയിം ഇട്ട ശേഷമാണ് അതിൻ്റെ മേലെ നട്ട്സും ഡ്രൈ ഫ്രൂട്ട്സും ഒക്കെ ഇട്ട് കൊടുക്കുന്നത്. അവർ ആദ്യം നട്ട്സിൻ്റെയും ഡ്രൈ ഫ്രൂട്ട്സിൻ്റെയും ഹാമ്പർ വേണ്ടെന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പിന്നെ ലാസ്റ്റിലാണ് ഈ ഒരു ഹാമ്പറും കൂടെ ഇൻക്ലൂഡ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഞാൻ പുറത്ത് സാധനങ്ങൾ വാങ്ങാൻ പോയ ടൈമിൽ തന്നെയായിരുന്നു അവർ മെസ്സേജ് ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ തന്നെ ഷോപ്പിൽ നിന്ന് അങ്ങനെ വാങ്ങണേ ഇത്. അപ്പോൾ അവിടെ നിന്ന് തന്നെ ഇതിൽ സെറ്റ് ചെയ്ത് നോക്കിയിട്ട് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ളത് അങ്ങനെ വാങ്ങണേ ഇത്. അപ്പോൾ പിന്നെ ഇവിടെ വന്നാൽ തേയാണ്ടൊന്നും ആവില്ലല്ലോ, കറക്റ്റ് അതിൽ സെറ്റ് ചെയ്തതിന് ശേഷം അങ്ങനെ വാങ്ങി. എനിക്ക് തോന്നുന്നത് ഇത് ഓരോ ഇതിലും 250 ഗ്രാമോ അങ്ങനെ എത്രയാണ് വരുന്നത് തോന്നുന്നു, എനിക്ക് കറക്റ്റ് ഓർമ്മയില്ല. എല്ലാത്തിലും നട്ട്സും അതുപോലെ ഡ്രൈ ഫ്രൂട്ട്സൊക്കെ ഫില്ല് ചെയ്തതിന് ശേഷം ഞാൻ അതിൻ്റെ മേലെയും ഒരു ക്ലീൻ ഫ്ലെയിം വെച്ചിട്ട് അങ്ങനെ റാപ്പ് ചെയ്ത് കൊടുക്കുന്നുണ്ട്, അതിലേക്ക് ഇനി പൊടിയൊന്നും ആവാണ്ടിരിക്കാൻ. അപ്പോൾ എനിക്ക് ഒറ്റയ്ക്ക് ഒട്ടിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല, ഒരു ഭാഗത്ത് ഒട്ടിക്കുമ്പോഴത്തേനും മറ്റേ ഭാഗത്ത് അങ്ങനെ പോരായിരുന്നു. അപ്പോൾ ഞാൻ അനിയത്തിനെ വിളിച്ചിട്ട് ഒരു ഭാഗം പിടിച്ചിട്ട് അടിയിൽ ടാപ്പ് വെച്ചിട്ടാണ് ഒട്ടിക്കണത്. ജസ്റ്റ് മാത്രം ഞാൻ ചുറ്റി കൊടുക്കുമ്പോൾ അങ്ങനെ നിൽക്കുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ അത് രണ്ട് സൈഡും ടാപ്പ് വെച്ചപ്പോൾ നല്ല സെറ്റായിട്ട് നിൽക്കുന്നുണ്ടായിരുന്നു. ഇനി എൻ്റെ മേലെ നെറ്റ് കെട്ടി കൊടുക്കുകയാണ് ചെയ്തത്. ഞാൻ ഈ ഒരു ഹാമ്പറിൻ്റെ മേലെ നെറ്റ് കെട്ടി കൊടുക്കുന്ന വീഡിയോ മാത്രമേ എടുത്തിട്ടുള്ളൂ. ബാക്കി എല്ലാത്തിൻ്റെ മേലെ ഈ സെയിം മെത്തേഡിൽ തന്നെയാണ് ഞാൻ കെട്ടിയിട്ടുണ്ടായിരുന്നത്. പിന്നെ എനിക്ക് എല്ലാത്തിൻ്റെയും വീഡിയോ എടുക്കാനുള്ള ടൈം ഉണ്ടായിരുന്നില്ല. എന്താ വെച്ചാൽ ഈ വീഡിയോ എടുക്കണ അന്ന് നൈറ്റ് തന്നെ അവർ സാധനങ്ങളൊക്കെ വാങ്ങാൻ വരുന്നു. അപ്പോൾ എൻ്റെ ഈ വർക്ക് കഴിയുമ്പോൾ തന്നെ ഏകദേശം നൈറ്റ് ആയിരുന്നു. ലാസ്റ്റ് എല്ലാത്തിൻ്റെയും കൂടെ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. നെറ്റ് ഞാൻ ഇതുപോലെയാണ് കെട്ടുണ്ടായിരുന്നത്. അത് അതിൻ്റെ അടിയിൽ കൂടെ അങ്ങനെ എടുത്തിട്ട് അതിൻ്റെ ആ മേൽഭാഗത്തെ ഹാൻഡിലില്ല അതിൻ്റെ മേലെ കെട്ടി കൊടുക്കുകയാണ് ചെയ്യുന്നുണ്ടായിരുന്നത്. ഹാമ്പർ ഫുള്ള് നെറ്റായിട്ട് കവർ ചെയ്യുന്ന രീതിയിൽ അങ്ങനെ ചെയ്യുന്നത് എനിക്ക് വലിയ ഭംഗിയായിട്ട് തോന്നിയിരുന്നില്ല. അപ്പോൾ ഞാനിങ്ങനെ ഒരു സൈഡ് മാത്രമേ മേൽക്കൂടെ കെട്ടൂല അങ്ങനെ ചെയ്യുന്നുണ്ടായിരുന്നു. ഞാൻ ഇതുപോലെയാണ് കെട്ടിയിട്ടുണ്ടായിരുന്നത്. അടിഭാഗം കുറച്ച് വീതിയിൽ മേലേക്ക് വരുമ്പോൾ ഇങ്ങനെ വീതി കുറഞ്ഞ വരുന്ന രീതിയിൽ അങ്ങനെയായിട്ടാണ് കെട്ടിയിട്ടുണ്ടായിരുന്നത്. എന്നിട്ട് മേലെ ഒരു റിപ്പൺ യൂസ് ചെയ്തിട്ട് എല്ലാം പിടിച്ച് കെട്ടണം ഇത്. എന്നിട്ട് അതിൻ്റെ മേലെ കുറച്ച് ഇങ്ങനെ വിടർന്ന് നിൽക്കണ രീതിയിൽ നിൽക്കാൻ മാത്രം കുറച്ച് പോർഷൻ ബാക്കി വെച്ചിട്ട് ബാക്കി അങ്ങനെ കട്ട് ചെയ്തെടുത്ത്. പിന്നെ അതിൻ്റെ മേലെ വെക്കണ ഫ്ലവർ ഒരു ബഞ്ച് ഫ്ലവർ നമുക്ക് വാങ്ങാൻ കിട്ടില്ല. നമ്മളിപ്പോൾ വീഡിയോ കൊടുക്കുമ്പോൾ സൈഡിൽ വെക്കണ ആ ഒരു ഫ്ലവറാണ് വാങ്ങിയിട്ടുള്ളത്. എന്താണെന്ന് വെച്ചാൽ മറ്റേ സിംഗിൾ ഫ്ലവർ ആകുമ്പോൾ അതിൽ ആ ഒരു ടൈപ്പ് മാത്രമല്ലേ ഉണ്ടാവുള്ളൂ. പിന്നെ ലീഫൊക്കെ നമ്മൾ സെപ്പറേറ്റ് ചെയ്യണതാക്കണം. ഇതാകുമ്പോൾ 2-3 ടൈപ്പ് ഫ്ലവറിന് അതിലുണ്ടാവും. പിന്നെ അതുപോലെ ലീഫൊക്കെ വരുന്നതുകൊണ്ട് മറ്റേതിനേക്കാളും ഒന്നും കൂടെ ഭംഗി ഉണ്ടാവും തോന്നി എനിക്ക്. അപ്പോൾ ഞാൻ ആ ബഞ്ചിൽ ഇങ്ങനെ പിരിച്ചിട്ട് 2 ഫ്ലവർ കട്ട് ചെയ്തിട്ടുണ്ട്. ഞാൻ കത്രികയിട്ട് നോക്കിയപ്പോൾ കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അങ്ങനെ തിരിച്ചിട്ട് എടുത്തപ്പം കുറച്ച് കഴിഞ്ഞപ്പോൾ ആ ഒരു കമ്പി പൊട്ടിയിട്ടാണ് കിട്ടി. എന്നിട്ട് ആ 2 ഫ്ലവറും കൂടെ അങ്ങനെ തിരിച്ചിട്ട് ആ ഒരു നെറ്റിൻ്റെ മേലെ ഇങ്ങനെ തിരിച്ച് കെട്ടി കൊടുത്തിട്ട് അതിനെ ടാപ്പായിട്ട് ഒട്ടിച്ച് കൊടുക്കുകയാണ്. ഇതാണ് ഹാമ്പറിൻ്റെ ഫൈനൽ ലുക്ക് വരുന്നത്. ഞാൻ 3 ഹാമ്പർ സെറ്റായി കഴിഞ്ഞപ്പോൾ അപ്പോൾ തന്നെ ഞാൻ വീഡിയോ എടുക്കുകയും ചെയ്തു. പിന്നെ ബാക്കിയുള്ളതൊക്കെ എനിക്കറിയാവുന്ന നൈറ്റ് ഹാമ്പർ സെറ്റ് ആവുള്ളൂ എന്ന്. എന്തായാലും നൈറ്റിലെടുത്തിട്ടുള്ള വീഡിയോ ഞാൻ ഇതിൽ ഇൻക്ലൂഡ് ആക്കിയിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക. പിന്നെ നമ്മുടെ ചാനലും സബ്സ്ക്രൈബ് ചെയ്യും കേട്ടോ. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇതുപോലത്തെ ഹാമ്പർ ഓർഡർ ആക്കണമെന്നുണ്ടെങ്കിൽ ഇനി ഇൻസ്റ്റയിൽ അല്ലെങ്കിൽ വാട്സപ്പിൽ ജസ്റ്റ് മെസ്സേജ് ചെയ്താൽ മതി. ഇങ്ങനത്തെ ട്യൂട്ടോറിയൽസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ നിങ്ങൾ ജസ്റ്റ് കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇനി ഇതുപോലത്തെ വീഡിയോസൊക്കെ ചെയ്യാം. അപ്പോൾ ഇനി നെക്സ്റ്റ് വീഡിയോ കാണുന്നവരെ ബൈ.